ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു നാടൻ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. ഓണത്തിനും കല്യാണ സദ്യക്കൊക്കെ റെഡിയാക്കാറുള്ള ഒരു റെസിപ്പിയാണ് എരിശ്ശേരി. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വൻപയറും മത്തങ്ങയും വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാടൻ എരിശ്ശേരിയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ നാടൻ റെസിപ്പി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. തേങ്ങയൊക്കെ വറുത്തിട്ടിട്ടുള്ള ഈ നാടൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പം ഈ റെസിപ്പി നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് എരിശ്ശേരിക്ക് വേണ്ടി ആദ്യമായിട്ട് ഒരു ഗ്ലാസ് വൻപയർ കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല, നേരിട്ട് തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പയർ വേകാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പയറൊക്കെ ഒന്ന് വേകുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ടുന്ന മത്തങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും അളവിലാണ് നമ്മൾ മത്തങ്ങ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമ്മൾ ഇതേപോലെ ചെറിയ പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള മത്തങ്ങയുടെ പീസുകളെല്ലാം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂണോളം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിന് പച്ചമുളക് ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഈ മത്തങ്ങ വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ മത്തങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിന് കുക്ക് ചെയ്യാൻ വെക്കാം. നമ്മൾ മത്തങ്ങ വേഗം വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി നമുക്കിതൊന്ന് മൂടി വെക്കാം. മത്തങ്ങ വേകുന്ന സമയത്ത് നമുക്ക് അതിന് വേണ്ടുന്ന അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ചെറിയ ഉള്ളിയും ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 സ്പൂണ് ചെറുജീരകം കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ വല്ലാതെ പേസ്റ്റ് രീതിയിൽ അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പം നമ്മൾ അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മത്തങ്ങ വെന്തോന്ന് നോക്കാം. അപ്പം നമ്മുടെ മത്തങ്ങയൊക്കെ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റ് നമ്മൾ മത്തങ്ങ വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ മത്തങ്ങയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്കിനി പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് പയർ വെന്തോന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 5 വിസിലാണ് പയർ വേകാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പയറൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഈ പയർ മത്തങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പയറൊക്കെ മത്തങ്ങയിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം.
മത്തങ്ങയും പയറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരപ്പ് ചേർത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കാരണം നമ്മൾ ഈ അരപ്പിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറി കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ തിളപ്പിക്കുന്നത്. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കറിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു ചീൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീൻചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ചേർത്തതിന് ശേഷം നമുക്കിനി ഒരു പിടി തേങ്ങ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വൻപയറും അതേപോലെ തന്നെ മത്തങ്ങയും വെച്ചിട്ടുള്ള നമ്മൾ വറുത്ത എരിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ വറുത്ത എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വറുത്തെടുത്തിട്ടുള്ള തേങ്ങയൊക്കെ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മത്തങ്ങയും വൻപയറും വെച്ചിട്ടുള്ള വറുത്ത എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മത്തങ്ങയും വൻപയറും വെച്ചിട്ടുള്ള നമ്മുടെ വറുത്ത എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു നാടൻ റെസിപ്പിയാണ്. ഇപ്പം ബാച്ചിലേഴ്സിനും അതേപോലെ കുക്കിംഗ് പഠിക്കുന്നവർക്കൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.